ഇന്നെൻ്റെ ജന്മദിനത്തിൽ എൻ്റെ പൊന്നാര മോള് ഫാത്തിമ എനിക്കൊരു ഗിഫ്റ്റ് തരുന്നുണ്ട്. അത് ഏറ്റുവാങ്ങിയാലോ? തന്നോളൂ, ഇങ്ങോട്ട് ഇട്ടോളൂ. കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും വലിയ ഗിഫ്റ്റാണെന്ന്. ഒന്നല്ലേ, ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ, ഒരു പൊളി, രണ്ട് പൊളി. ഓഹോ, ഒരുപാട് പേപ്പറുകൾ. ഞാൻ തന്നെ വായിക്കണോ? മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഒന്നില് ഇത് മറ്റേ പോസ്റ്റർ കവർ ഇല്ലാത്തത് കൊണ്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. ഹാപ്പി ബർത്ത്ഡേ. അപ്പം 2 ടേകൾ എനിക്ക് കിട്ടി. പോയി കളിയാക്കാട്ടോ. ഇവിടെ വാ, ഇവിടെ ഗിഫ്റ്റ് എന്നോളെ. പഠിച്ചോനെ, ഇല്ലെങ്കിലും വല്ലതും ഉണ്ടാവണേ. കർത്താവേ, ഹല്ലേലൂയാ. ഇതൊക്കെ വായിച്ചെടുക്കുമ്പോഴേക്കും നേരം വെളുക്കും. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. മെനി ഗോഡ് ബ്ലെസ് യു വിത്ത് എന്താ? വിത്ത് 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 വായിക്ക് പറയ്. വിത്ത് വിത്ത്. ഇത് വിത്ത് മാത്രമേ ഉള്ളൂ, മരല്ല. വിത്ത് Health, wealth and prosperity in your life. ഓ, കളിയാക്കിയല്ല, വായിക്കാൻ കിട്ടണ്ടേ? ആ, എന്തൊക്കെ ഇത് തൽക്കാലത്തേക്ക് ഞാനൊരു സൈഡിൽ വെച്ചിട്ടുണ്ട്. മാമൻ അവിടുന്ന് പ്രശ്നം പറ്റിയത് ഇതാണ്, സ്കെച്ച് കൊണ്ട് എഴുതിയപ്പോ പരന്നു പോയി. സാറില്ല. ആ, ഓ ഓ, എന്നാ മാമ ഇവിടെ വാ. മാമ ഇവിടെ വാ. മാമ ഇവിടെ വാ. കൊണ്ട് നമുക്ക് വായിപ്പിക്കാം. ആര് വായിച്ചാലും അങ്ങനെ തന്നെ. ആര് വായിച്ചാലും അങ്ങനെ തന്നെ. അടുത്ത് വായിക്കേ. നിങ്ങളെ വലിയ കളിയാക്കിയിരിക്കല്ലോ. വായിക്കേ. ഇന്നത്തെ ദിവസം കഴിയുന്നതും സന്തോഷിക്കുവിൻ. ഈ ലോട്ടറി നീ എന്താ ഉദ്ദേശിച്ചത്? യൂട്യൂബ് കണ്ട ലോട്ടറി ആൻഡ് ഓൾ ദ തിങ്സ് ലൈഫ് ഹാസ് ടു ഓഫർ. അർത്ഥോട് പറഞ്ഞു. അർത്ഥോട് പറഞ്ഞേരി. വെളെ അർത്ഥോട് പറഞ്ഞുണ്ടാ. 9ാം ക്ലാസ്സുകാരിയാടേ, പറഞ്ഞുണ്ടടേ. അപ്പൊ ഇത് നമ്മൾ പെൻഡിങ്ങിൽ വെച്ചിരിക്കുന്നു. വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആളെ കൊണ്ട് വായിപ്പിക്കുമെന്ന് ഞാൻ ഊതി പറയുന്നു. അപ്പൊ ഇത് നമ്മൾ പെൻഡിങ്ങിൽ വെച്ചിക്കേ. ഇനി ഇതെന്താണാവോ കർത്താവേ? വിഷിങ് യു എ ഡേ. ഇന്നത്തെ ദിവസം വിഷ് ചെയ്തു. ഫുൾ ഓഫ് സർപ്രൈസ് ആണോ ഉദ്ദേശിച്ചത്? ആൻഡ് ഹാപ്പിനെസ്. ഹാപ്പി ബർത്ത്ഡേ. ഒരുപാട് സർപ്രൈസും ഒരുപാട് സന്തോഷവും തരുന്നൊരു ജന്മദിനമാവട്ടെ. ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ, സ്വീകരിച്ചു. ഇത് 4-5 കടലാസിൽ എഴുതിയ നേരം കൊണ്ട് ഒറ്റ കടലാസിൽ എഴുതി ഇങ്ങനെ തന്നാ പോരാഞ്ഞോ? അങ്ങനെ എൻ്റെ മകളുടെ ഗിഫ്റ്റ് കിട്ടി. താടാ മകനെ ഗിഫ്റ്റ്. ഞാൻ വിളിച്ചു പറഞ്ഞു. താടാ മകനെ വിളിക്കാൻ ഇന്ന് ഒരുപാട് ആൾക്കാരെ വിളിച്ചിട്ട് താടാ മകനെ ഗിഫ്റ്റ്. കണ്ടോ ഗൈസ്, എന്നോട് സ്നേഹം എൻ്റെ മകൾക്ക് മാത്രമാണ്. ഏതായാലും ഇത്രയും നേരം ഇനി ഞാൻ ഇത് എന്നെയും സഹിച്ചതിന് ഫാത്തിമയോട് നന്ദി പറയുന്നു. ഇതിനായിട്ട് ഞാൻ ഫാത്തിമക്ക് നാളെ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതാണ്.
നാളെ ആക്കണ്ട, ഇന്ന് തന്നെ ആക്കാം. അരു 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 ബാത്റൂം പോയാ അരുണേട്ടാ, വേണ്ട, ഫ്രിഡ്ജിൽ പോയിട്ട് എനിക്കൊരു ഗിഫ്റ്റ് ഉണ്ട്, അങ്ങോട്ടുണ്ടോ. ഇത്രയും എൻ്റെ മോള് ചെയ്യുമ്പോൾ എൻ്റെ മോക്ക് ഞാൻ തിരിച്ചൊരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ, അതല്ലേ അതിൻ്റെ ഒരു ലത്. പക്ക കൊടുക്കാം. ഒരു ഡയറി മിൽക്ക് ഉണ്ടല്ലോടാ, ഗിഫ്റ്റ് ഞാൻ തന്നെ പറയാ. വേറൊന്നുണ്ടല്ലോ, അതൊക്കെ എപ്പ പൊട്ടിച്ച് കഴിച്ച് ഗായ്സ്. കേട്ടോണ്ടാ, എനിക്ക് ഒരേട്ടന് മിഠായി വാങ്ങാൻ പൈസ അയച്ചു തന്നതാ. ഞാൻ അതിന് 2 മിഠായി വാങ്ങി വെച്ച്, ഒന്ന് നോക്കൂ ഒന്നോനും. ഇത് ഞാൻ പോയി കിടന്നുറങ്ങുകയും ചെയ്ത്. ഇതെപ്പോഴാണ് എലി കറണ്ടതിൻ്റെ മാതിരിയാക്കി വെച്ചത്? ഏതായാലും തന്നതല്ലേ, സ്വല്പം ഞാനങ്ങ് കഴിച്ചേക്കാം. നടക്കൂല ശാലേ, നടക്കൂല. ഭയങ്കര ഫ്രീസറിനകത്ത് മറ്റേ അടിച്ചോ ബബ്ലി. ആ ഉണ്ടാവും. ഒന്ന് ടേസ്റ്റ് കൊടുക്കും. ബബ്ലി എന്നാലും എൻ്റെ കുട്ടിയൊക്കെ ഞാൻ സർപ്രൈസ് ആക്കാൻ വെച്ച സാധനം, എൻ്റെ കുട്ടികൾ ഞാൻ സർപ്രൈസ് ആക്കിക്കാനല്ല. അപ്പം രണ്ടും ഞാൻ കഴിച്ചിട്ടുണ്ട്. കൊണ്ടുവച്ച ഇതേപോലെയുള്ള കുഞ്ഞു കുഞ്ഞു സമ്മാനങ്ങളാണ്. എങ്ങനെയാടെ ഊരുക? ഇതേപോലെയുള്ള കുഞ്ഞു കുഞ്ഞു സമ്മാനങ്ങളാണ് നമുക്കെപ്പോഴും ലൈഫ് മെമ്മറി. ഇല്ലത്തിന് അച്ഛൻ നമ്പൂതിരി പറഞ്ഞിട്ടുണ്ടേ, ചോക്ലേറ്റ് കഴിച്ചാൽ അപ്പം വെള്ളം കുടിക്കണമെന്നേ. അങ്ങനെ കുടിച്ചതാണ്. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫാത്തിമ.